നമസ്കാരം. ലോകം കാത്തിരുന്ന, ലോകരാഷ്ട്രങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ സംഭവം നടക്കാൻ പോകുന്നു. ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിക്കുന്നു അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കുറേ കാലങ്ങളായി ഫലസ്തീൻ്റെ ഭാഗത്തു നിന്നും ഈ ദുരിതം എങ്ങനെയെങ്കിലും തീർക്കണം, ഇല്ലെങ്കിൽ ഞങ്ങളെ ഒന്നോടെ നിങ്ങൾ ചുട്ടു കരിച്ചു കൊല്ലൂ എന്നാണ് ലോക സമൂഹത്തിന് മുന്നിൽ ഫലസ്തീൻ ജനത വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. ഹമാസ് തീവ്രവാദികളും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കെടുതികൾ അനുഭവിച്ചതും കൊല്ലപ്പെട്ടതും പാവപ്പെട്ട ഫലസ്തീനികളായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധത്തിൽ നിലകൊണ്ടത്. എന്നാൽ ഇപ്പോൾ അതിനെല്ലാം ഒരു അറുതി ഉണ്ടാകുന്നു. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ഏതാണ്ട് 1000-ലധികം വരുന്ന ആളുകളെ വധിക്കുകയും 400 ആളുകളെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോകുകയും ചെയ്തത്. അതിനുശേഷം ഇസ്രായേൽ തിരിച്ചടിക്കുകയായിരുന്നു. പിന്നീട് അവിടെ നിന്നിങ്ങോട്ട് ലോകം കണ്ടത് ഗാസയിലും ഫലസ്തീനിലും കല്ലിന്മേൽ കല്ല് അവശേഷിക്കാത്ത രീതിയിൽ എല്ലാ നിർമ്മിതികളും തച്ച് തകർക്കുന്ന ഇസ്രായേലിൻ്റെ ബോംബാക്രമണമായിരുന്നു, യുദ്ധമായിരുന്നു. നാളിതുവരെ ഏതാണ്ട് 36,000-ലധികം ഫലസ്തീനികൾ ഈ യുദ്ധക്കെടുതിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കല്ലിന്മേൽ കല്ല് അവശേഷിക്കാത്ത രീതിയിൽ ഫലസ്തീൻ തകർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആലങ്കാരികമായ പ്രയോഗം മാത്രമല്ല, അതാണ് അവിടെ കാണുന്ന കാഴ്ച. ലോകമാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് അത് കാണാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ ഇതിനെല്ലാം വിരാമമിട്ടുകൊണ്ട് അമേരിക്കയുടെ മധ്യസ്ഥ ചർച്ചയിൽ, അല്ലെങ്കിൽ അമേരിക്ക മുൻകൈയെടുത്ത് നടത്തിയ ചർച്ചയിൽ ഖത്തറിൻ്റെ നയപരമായ ഇടപെടലുകളോടുകൂടി ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇസ്രായേൽ തന്നെ ഏതാണ്ട് 3 ഫോർമുലകൾ മുന്നോട്ട് വച്ചിരിക്കുന്നു. 6 ആഴ്ച കാലം കൊണ്ട് നടപ്പാക്കാവുന്ന 3 ഫോർമുലകൾ ഇസ്രായേൽ മുന്നോട്ട് വച്ചിരിക്കുന്നു. ഇതിൽ ആദ്യ ഫോർമുല എന്ന് പറയുന്നത് ഗാസയിൽ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കും, ഇല്ലെങ്കിൽ ഭാഗികമായിട്ടെങ്കിലും വെടിനിർത്തും. എന്നാൽ ഇതിന് പകരമായി ഹമാസ് ചെയ്യേണ്ടത് ഇസ്രായേലിൽ നിന്നും പിടിച്ചു കൊണ്ടുവന്ന ബന്ദികളെ നിരുപാധികം വിട്ടയക്കുക, എല്ലാ ബന്ദികളെയും വിട്ടയക്കണം. ഇതാണ് 1-ാം ഘട്ടം ഫോർമുലയിൽ പറയുന്നത്. 2-ാം ഘട്ട ഫോർമുലയിൽ പറയുന്നത് ഗാസയിൽ വെടിനിർത്തിയതിന് ശേഷം ഇസ്രായേലിൻ്റെ ബന്ദികളെ എല്ലാവരെയും വിട്ടുകൊടുക്കുക. അതിനുശേഷം ഗാസയിലേക്ക് ദിവസം പ്രതി 600 ട്രക്കുകളിലായി മരുന്നുകളും ഭക്ഷണ സാധന സാമഗ്രികളും എത്തിക്കുന്നതായിരിക്കും. 3-ാം ഘട്ടം പറയുന്നത് തർക്ക പരിഹാരത്തിന്, പ്രശ്ന പരിഹാരത്തിന് ഇസ്രായേലും ഹമാസും ചർച്ച ചെയ്യുക. ഈ ചർച്ച തുടരുന്ന അവസരത്തിലെല്ലാം വെടിനിർത്തൽ തുടരുന്നതായിരിക്കും എന്നുകൂടി തന്നെയാണ്. ഇത് ഏതാണ്ട് 6 ആഴ്ച കാലം കൊണ്ട് പ്രാവർത്തികമാക്കാവുന്ന ഒരു ഫോർമുലയാണ് എന്നാണ് വൈറ്റ് ഹൗസിൽ അമേരിക്കൻ സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ പ്രസിഡന്റായ ജോ ബൈഡൻ പറഞ്ഞത്. അമേരിക്കയുടെ നയതന്ത്ര ഫോർമുല സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇത്തരം ഒരു വെടിനിർത്തൽ പദ്ധതിക്ക്, യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായതും ഇത്തരം ഫോർമുല നിർദ്ദേശിച്ചതും എന്നുകൂടി ജോ ബൈഡൻ വ്യക്തമാക്കുന്നു. ഇതിന് ഖത്തറിൻ്റെ നയപരമായ ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. ഖത്തർ വഴിയാണ് ഹമാസ് തീവ്രവാദികളെ ഈ വിവരം ധരിപ്പിച്ചിരിക്കുന്നത്. തത്വത്തിൽ ഹമാസ് തീവ്രവാദികൾ ഇത് അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ ഇത് അംഗീകരിച്ചേ പറ്റൂ എന്ന് ജോ ബൈഡൻ കൃത്യമായ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ആരംഭിച്ച ഈ യുദ്ധം ഗാസയെയും ഫലസ്തീനെയും ഒന്നടങ്കം മുച്ചൂട് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇനി അവശേഷിക്കുന്ന ഫലസ്തീനികളെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു നയതന്ത്ര രൂപരേഖ ഉണ്ടാക്കിയിരിക്കുന്നത് വെടിനിർത്തലിന് വേണ്ടി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തത്വത്തിൽ ഇത് ഹമാസ് തീവ്രവാദികൾ അംഗീകരിക്കുന്നു. ഏതൊക്കെ ഘട്ടത്തിൽ എങ്ങനെയാണ് ഇസ്രായേലിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്ന് ബന്ദികളാക്കിയിരിക്കുന്ന ആളുകളെ ഇവർ മോചിപ്പിക്കുക എന്നുള്ളതെല്ലാം ഇനിയും അറിയേണ്ടത് തന്നെയാണ്. യുദ്ധം അതിരൂക്ഷമായി കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇനിയും മറ്റെവിടെയെങ്കിലും ഓടിപ്പോയി രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് ഹമാസ് തീവ്രവാദികൾ തിരിച്ചറിയുന്ന ഈ സമയത്ത് ഫലസ്തീനെയും അവശേഷിക്കുന്ന ഹമാസ് പോരാളികളെയും ദുരിതത്തിലാഴ്ത്തിക്കൊണ്ട് ഇനിയും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി തുടങ്ങിയ ഹമാസ് തീവ്രവാദികളും ഈ ഒരു യുദ്ധത്തിൻ്റെ വെടിനിർത്തലിൻ്റെ കരാർ തത്വത്തിൽ അംഗീകരിക്കുന്നതായി തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ലോക മാധ്യമങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. എന്നാൽ 3-ാം ഘട്ട സമാധാന ചർച്ച മുന്നേറുന്ന അവസരത്തിൽ തന്നെ ഗാസയുടെ പുനർനിർമ്മാണത്തെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. ആദ്യമായി അടിസ്ഥാന സൗകര്യങ്ങളാണ് ഗാസയിൽ നിർമ്മിക്കേണ്ടത്. ഏകദേശം 1 ദശകക്കാലമെങ്കിലും
എടുത്താൽ മാത്രമേ ഗാസയിലെ പുനർനിർമ്മാണം പൂർത്തിയാകുകയുള്ളൂ എന്നാണ് ലോകരാഷ്ട്രങ്ങളിൽ പലതും കണ്ടെത്തിയിരിക്കുന്നത്, ലോകമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളാണ് ഗാസയിൽ ഉടനടി നിർമ്മിക്കേണ്ടത്. അതായത് ശൗചാലയങ്ങൾ ഉൾപ്പെടെയുള്ള പാർപ്പിടങ്ങൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ മുതലായ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഗാസയിൽ ഉടനടി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നത്. ഇതിനു വേണ്ടി തന്നെ ഏതാണ്ട് 10 വർഷക്കാലം എടുക്കും എന്ന് പറയുമ്പോൾ എത്ര ഭീകരമാണ് ഗാസയിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ എന്ന് കണക്കാക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും അമേരിക്കയുടെ നയപരമായ തീരുമാനത്തിനൊടുവിൽ ഇസ്രായേൽ തന്നെയാണ് ഇത്തരം ഒരു ഫോർമുല മുന്നോട്ട് വച്ചതെന്നും ലോകരാഷ്ട്രങ്ങളെ കൊണ്ട് ഇത്തരത്തിൽ ഒരു ഫോർമുല ഹമാസിനെ കൊണ്ട് സമ്മതിപ്പിക്കുവാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തിയതും ഇസ്രായേൽ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 4.5 പേജുള്ള ഒരു ഫോർമുല, ഒരു ഉടമ്പടിയാണ് ഇപ്പോൾ ഇസ്രായേൽ അമേരിക്കയുടെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഖത്തർ വഴി ഇവയെല്ലാം തന്നെ ഹമാസ് തീവ്രവാദികളെ അറിയിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ബോംബ് വർഷത്തിന് ഒരു അറുതി ഉണ്ടായിരിക്കുന്നു. സമാധാന ചർച്ചകളിലേക്കും സമാധാന ഉടമ്പടികളിലേക്കും നീങ്ങുവാൻ ഇസ്രായേൽ തയ്യാറാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഫോർമുലകൾക്ക് വിരുദ്ധമായി ഇനിയും ഹമാസ് തീവ്രവാദികൾ ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഒരു മിസൈലെങ്കിലും അയച്ചു കഴിഞ്ഞാൽ ഈ ഫോർമുലകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പൂർവാധികം ശക്തിയോടുകൂടി ഇസ്രായേൽ തിരിച്ചടിക്കും എന്ന് തന്നെ പറയുന്നു. അതായത് സമാധാന ശ്രമത്തിന് ഏതെങ്കിലും തരത്തിൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയുണ്ടായാൽ ഇനി ഒരു പുനർവിചിന്തനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ തുറന്നടിച്ചിരിക്കുന്നത്. ഏതാണ്ട് 7 മാസക്കാലത്തിനുള്ളിൽ ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങളായ പാർപ്പിടങ്ങളും ശൗചാലയങ്ങളും സ്കൂളുകളും നിർമ്മിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയും പ്രതീക്ഷിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ലോകരാഷ്ട്രങ്ങൾ, ലോകം കാത്തിരുന്ന ആ ഒരു സമാധാനത്തിൻ്റെ ദൂത് അല്ലെങ്കിൽ ആ ഒരു സുപ്രധാനമായ വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിക്കുന്നു. ഇതിന് കൃത്യമായ രീതിയിൽ ഒരു ധാരണ ഉണ്ടായിരിക്കുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഖത്തറിൻ്റെ ഇടപെടലോടുകൂടി തന്നെ ഇപ്പോൾ ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിക്കുന്നതിനുള്ള ഫോർമുലകൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇത് പാലിക്കപ്പെടുകയാണെങ്കിൽ യുദ്ധം വരുന്ന നാളുകളിൽ തന്നെ ഉണ്ടാകും. വെടിനിർത്തൽ ഇസ്രായേൽ പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾ കാത്തിരുന്ന ഈ ശുഭവാർത്ത എത്രയും വേഗം നടപ്പിലാകട്ടെ. അഥവാ ഹമാസ് തീവ്രവാദികൾ ഉണ്ടാക്കിയ ഈ യുദ്ധത്തിൻ്റെ പരിണിത ഫലമായി ഫലസ്തീൻ ജനവിഭാഗം അനുഭവിക്കുന്ന ഈ ദുരിതക്കെടുതിക്ക്, യുദ്ധക്കെടുതിക്ക് അവസാനമുണ്ടാകട്ടെ. ഫലസ്തീന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാകട്ടെ. ലോകത്ത് സമാധാനവും ശാന്തിയും ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ഇത് ആഗ്രഹിക്കുന്നു. ഫലസ്തീനിൽ സമാധാനം പുലരട്ടെ, ശാന്തി ഉണ്ടാകട്ടെ, യുദ്ധം അവസാനിക്കട്ടെ. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി, ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.